The domain of water is referred to as hydrosphere. ഇനി വെള്ളത്തിനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. It comprises various sources of water and different types of water bodies like rivers, lakes, seas, oceans, etc. അപ്പോൾ ഇതിൽ വെള്ളം എല്ലാ സ്ഥലത്തു നിന്നുള്ള വെള്ളങ്ങൾ, അതായത് ഇപ്പം റിവർ ആയിക്കോട്ടെ, ലേക്ക് ആയിക്കോട്ടെ, സീ ആയിക്കോട്ടെ, ഓഷൻ ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തു നിന്നുള്ള വെള്ളത്തിനെയും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഹൈഡ്രോസ്ഫിയർ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലിവിങ് ഓർഗാനിസംസ്. എല്ലാ ജീവജാലങ്ങൾക്കും, അതിപ്പം നാച്ചുറൽ എൻവയോൺമെൻറ്റിൻ്റെ ഏതൊരു ഡൊമൈനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിലും അതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ലിത്തോസ്ഫിയർ ആണെങ്കിലും ഹൈഡ്രോസ്ഫിയർ ആണെങ്കിലും അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. കാരണം വെള്ളം ഇല്ലാണ്ട് ആർക്കും ജീവിക്കാനായിട്ട് പറ്റത്തില്ല. The atmosphere is a thin layer of air that surrounds the earth. ഇനി എർത്തിന് ചുറ്റും കാണപ്പെടുന്ന എയറിൻ്റെ ആ ഒരു ലെയറിനെ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയർ. The gravitational force of the earth holds the atmosphere around it. അപ്പോൾ എർത്തിന് ചുറ്റുമുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഈ അറ്റ്മോസ്ഫിയറിനെ എർത്തിന് ചുറ്റും ഇതേപോലെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. It protects us from the harmful rays and scorching heat of the sun. സൂര്യനിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള ആ UV റേസിൽ നിന്നും അതേപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ആ ചൂടിൽ നിന്നുമൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ അറ്റ്മോസ്ഫിയറാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഗ്യാസസ്, ഡസ്റ്റ് ആൻഡ് വാട്ടർ വേപ്പർ. ദ ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രൊഡ്യൂസ് ചേഞ്ചസ് ഇൻ ദ വെതർ ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ അതിൽ ധാരാളം ഗ്യാസസ് ഉണ്ട്, ഡസ്റ്റ് ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയറിൽ എന്ത് മാറ്റങ്ങളാണോ വരുന്നത് അത് വെതറിലും ക്ലൈമറ്റിലും, അതായത് ആ പ്രദേശത്തുള്ള കാലാവസ്ഥയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇനി ലാസ്റ്റ് വണ്ണാണ് ബയോസ്ഫിയർ. പ്ലാന്റ് ആൻഡ് ആനിമൽ കിങ്ഡം ടുഗദർ മേക്ക് ബയോസ്ഫിയർ ഓർ ദ ലിവിങ് വേൾഡ്. അപ്പോൾ പ്ലാന്റ്സും ആനിമൽസും ഒരുമിച്ച്, അതായത് എല്ലാ ജീവജാലങ്ങളും കൂടെ വരുന്നതിനെയാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നാരോ സോൺ ഓഫ് ദ എർത്ത് വെയർ ലാൻഡ്, വാട്ടർ ആൻഡ് എയർ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ടു സപ്പോർട്ട് ലൈഫ്. അതേപോലെ തന്നെ ലാൻഡും വാട്ടറും എയറും ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫ് സപ്പോർട്ട് ചെയ്യപ്പെടത്തുള്ളൂ. അതായത് ജീവിക്കണമെങ്കിൽ ഈ പറയുന്ന ലാൻഡും വാട്ടറും എയറും എല്ലാം വേണം. അപ്പോൾ ഇതെല്ലാം ഇൻട്രാക്ട് ചെയ്ത് അവിടെ ജീവജാലങ്ങൾ ഉള്ളതിനെയാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മേജർ ഡൊമൈൻസ് ഓഫ് എർത്ത്. ട്യൂഷൻ ക്ലാസ്സിൽ ഓൾറെഡി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരാത്തത്. അടുത്ത പോർഷൻ, വാട്ട് ഈസ് ആൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് ഇനി അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സെയിം ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ കുറച്ച് സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഇവിടെ പറയുന്നത് ഓരോ സ്ഥലത്തെ കാര്യങ്ങളാണ്. കേരളത്തിൽ നല്ല മഴയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് പ്ലാന്റേഷൻസിനെ കുറിച്ചും ഗ്രീൻ ഫീൽഡിനെ കുറിച്ചുമൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പം ജയ്സാൽമർ എന്ന് പറഞ്ഞാൽ ഇവിടെ രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് അല്ലേ. അപ്പോൾ അവിടെ പറയുകയാണെങ്കിൽ നല്ലപോലെ സാൻഡും മണലും ഇച്ചിരി ചൂടുള്ള കാറ്റും നല്ല ശക്തമായിട്ടുള്ള ചൂടും ഒക്കെയാണ് അവിടെയുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ക്യാമൽസിനെ കാണാൻ പറ്റുന്നു. ക്യാമൽസ് മാത്രമല്ല, ഇങ്ങനെ ഡെസേർട്ടിൽ ജീവിക്കുന്ന മറ്റ് ആനിമൽസ് ഇല്ലേ, ലാസ്റ്റ് ഇയർ ഓൾറെഡി നമ്മൾ സയൻസിൽ പഠിച്ചിട്ടില്ലേ, സ്നേക്സ്, ലിസാർഡ്സ്, ഇൻസെക്ട്സ്. അപ്പോൾ അങ്ങനെയുള്ള ജീവികളൊക്കെ നമുക്കവിടെ ഡെസേർട്ടിൽ കാണാൻ പറ്റും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തെ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ സ്ഥലത്തും ഉള്ള പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ ഒക്കെ ആ ഒരു നേച്ചർ മാറി മാറി വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലുള്ള പോലത്തെ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇവിടെയുള്ള പോലത്തെ വെജിറ്റേഷൻ അല്ല അങ്ങ് രാജസ്ഥാനിലുള്ളത്. എന്തായിരിക്കും അതിൻ്റെ പിന്നിലെ റീസൺ, അതാണ് ഇനി നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു പേര് വെച്ചിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റോറി ആയതുകൊണ്ടാണ് ഞാൻ വായിക്കുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇപ്പോഴത്തെ പേജിൽ നമുക്ക് എക്കോസിസ്റ്റം എന്താണെന്ന് ഓൾറെഡി ഗ്ലോസറിയിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഫോംഡ് ബൈ ദ ഇൻട്രാക്ഷൻ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദേ ലീവ്, ഓൾ ലിങ്ക്ഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് എനർജി ആൻഡ് മെറ്റീരിയൽ. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും അവിടെയുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ജീവിക്കുന്നതിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനർജീസും മറ്റ് മെറ്റീരിയൽസും ഒക്കെ ഈ ഒരു ടൈമിൽ ഇവർ ഇൻട്രാക്ട് ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഫുഡ് വെബ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ജീവനുള്ള വസ്തുക്കൾ ജീവനില്ലാത്ത വസ്തുക്കളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് എനർജി മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്ഫറോട് കൂടിയിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എക്കോസിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ സ്റ്റോറി കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത്.
All plants, animals and human beings depend on their immediate surroundings. Often they are also interdependent on each other. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ഈവൻ ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ, അവരുടെ സറൗണ്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ സറൗണ്ടിങ്ങിനെ മാത്രമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻറ്റുമാണ്. ഇപ്പം ആനിമൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആനിമൽസിന് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്? പ്ലാന്റ്സിൽ നിന്നാണ്. അതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ്. അതേപോലെ തന്നെ അവർ ഏത് സറൗണ്ടിങ്ങിലാണോ ജീവിക്കുന്നത് അതുമായിട്ടും അവർ ഡിപ്പെൻഡൻ്റ് ആണ്. This relation between the living organisms as well as the relation between the organisms and their surroundings form an ecosystem. അപ്പോൾ ഈ ഒരു റിലേഷൻ, ലിവിങ് ഓർഗാനിസംസ് തമ്മിലുള്ള ആ ഒരു റിലേഷനും അതേപോലെ തന്നെ ഒരു ലിവിങ് ഓർഗാനിസം അവൻ്റെ സറൗണ്ടിങ്ങുമായിട്ടുള്ള ആ ഒരു റിലേഷനെ പറയുന്ന പേരാണ് എക്കോസിസ്റ്റം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഫോം ചെയ്തു വരുന്ന ഒന്നാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. There could be an ecosystem of large rainforest, grassland, desert, mountains, lake, river, ocean and even a small pond. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഈ പറയുന്ന പോലെ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു പോണ്ട് തന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്, പായലുണ്ട്, ആൽഗി എന്ന പേരുള്ള പായൽ അല്ലേ. അപ്പോൾ ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ന്യൂട്രീഷ്യൻസ് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് അവർ ആ ഒരു ചെറിയ വേൾഡിൽ തന്നെ അവരുടെ ആ ചെറിയ ലോകത്ത് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ എല്ലാത്തിനും നമുക്ക് എക്കോസിസ്റ്റം എന്ന് പറയാമെന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഹ്യൂമൻ എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ്. ഹ്യൂമൻ ബീങ്സ് ഇൻട്രാക്ട് വിത്ത് ദ എൻവയോൺമെൻറ്റ് ആൻഡ് മോഡിഫൈ ഇറ്റ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്. നമ്മൾ ഹ്യൂമൻ ബീങ്സ്, നമുക്ക് സ്കിൽസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഐഡിയാസ് ഉണ്ട്, ടെക്നോളജീസൊക്കെ നമ്മൾ തന്നെ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ടുന്ന രീതിയിലേക്ക് ഈ എൻവയോൺമെൻറ്റിനെ മാറ്റിയെടുക്കുന്നു. ഏർലി ഹ്യൂമൻസ് അഡാപ്റ്റഡ് ദംസെൽസ് ടു ദ നാച്ചുറൽ സറൗണ്ടിങ്സ്. ദേ ലെഡ് എ സിമ്പിൾ ലൈഫ് ആൻഡ് ഫുൾഫിൽ ദെയർ റിക്വയർമെൻറ്റ്സ് ഫ്രം ദ നേച്ചർ അറൗണ്ട് ദം. അപ്പോൾ ആദ്യകാലത്ത് ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറൽ സറൗണ്ടിങ്സ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, അവർ ഹണ്ടർ ഗ്യാദേഴ്സ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അതെന്താ, എങ്ങനെയാണോ അവർക്ക് ഈ സറൗണ്ടിങ്സ് കിട്ടിയത് ഒരു മാറ്റങ്ങളും വരുത്താതെ അവർ അതേപടി അതിനെ അങ്ങ് സ്വീകരിച്ച്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അവർ ജീവിച്ചു പോയി. അങ്ങനെ അവരൊരു സിമ്പിളായിട്ടുള്ള ലൈഫ്, അവരുടെ ജസ്റ്റ് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഈ നേച്ചറിൽ നിന്ന് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലൈഫായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. With time, needs grew and become more varied. Human learned new ways to use and change environment. അപ്പോൾ സമയം അങ്ങനെ പോയി അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നീഡ്സ് കൂടി വന്നപ്പോഴത്തേക്കിന് ഈ എൻവയോൺമെൻറ്റിനെ അവർ ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആവശ്യമനുസരിച്ചിട്ട് മാറ്റിയെടുക്കാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു. They learn to grow crops, domesticate animals and lead a settled life. അവർ ക്രോപ്സൊക്കെ വളർത്താൻ, അതായത് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി, ആനിമൽസിനെയൊക്കെ വളർത്താനായിട്ട് തുടങ്ങി, എന്നിട്ട് ഒരു സ്ഥലത്ത് തന്നെ വീടൊക്കെ വെച്ചിട്ട് ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫ് അവർ സ്റ്റാർട്ട് ചെയ്തു. The wheel was invented, surplus food was produced, barter system emerged, trade started and commerce developed. അപ്പോൾ വീലിൻ്റെ ഇൻവെൻഷൻ വന്നു, ധാരാളം ഫുഡ് പ്രോഡക്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങി. ബാർട്ടർ സിസ്റ്റം, അതായത് നമ്മൾ ഒരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് അവരുടെ കയ്യിലുള്ള സാധനം നമ്മൾ ഇങ്ങോട്ട് മേടിക്കുക. അങ്ങനെ ബാർട്ടർ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്നു, ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, കൊമേഴ്സ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ പല രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ഡെവലപ്പായി വന്നുകൊണ്ടിരുന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എനേബിൾഡ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതായത് ഓരോരോ ഇൻഡസ്ട്രീസൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് പുതിയ പ്രൊഡക്ട്സൊക്കെ സിന്തസൈസ് ചെയ്തെടുക്കാനായിട്ട് അല്ലെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണം ഒരുപാട് സംഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെ ലാർജ് സ്കെയിൽ അളവിൽ സംഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങി. ട്രാൻസ്പോർട്ടേഷൻ ബിക്കം ഫാസ്റ്റർ. ഇൻഫർമേഷൻ റെവല്യൂഷൻ മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഈസിയർ ആൻഡ് സ്പീഡി അക്രോസ് ദ വേൾഡ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വീലിൻ്റെ ഒക്കെ ഇൻവെൻഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഡെവലപ്പായി വന്നു, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ എളുപ്പമായിട്ട് മാറി. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ് കുറച്ചുകൂടി ഈസിയറായി, അല്ലെങ്കിൽ ഒരു ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന് മറ്റൊരു ഭാഗത്തേക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് സാധിച്ചു. Have you ever thought why you love eating a juicy watermelon in summer and hot roasted peanuts in winter? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സമ്മർ സീസൺ ആകുമ്പോൾ ഒരു ടൈപ്പ് ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ വിൻ്റർ സീസൺ ആകുമ്പോൾ മറ്റൊരു ടൈപ്പ് ഫുഡ് കഴിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എ പെർഫെക്റ്റ് ബാലൻസ് ഈസ് നെസസറി ബിറ്റ്വീൻ ദ നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ എൻവയോൺമെൻറ്റ്. അപ്പോൾ ആ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫുഡായിരിക്കും നമുക്കൊരു താല്പര്യം തന്നെ തോന്നുന്നത്. അപ്പോൾ അതെല്ലാം ആ ഒരു ബാലൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്.
ഹ്യൂമൻസ് മസ്റ്റ് ലേൺ ടു ലീവ് ആൻഡ് യൂസ് ദെയർ എൻവയോൺമെൻറ്റ് ഇൻ എ ഹാർമോണിയസ് വേ. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് അവർക്ക് ചുറ്റും കാണുന്ന ഈ സറൗണ്ടിങ്ങിന് മാറ്റങ്ങളൊക്കെ വേണം. എന്ന് വെച്ചാൽ അവരുടെ ഗ്രീഡിനനുസരിച്ചിട്ട് അവർ മാറ്റാണ്ട് നീഡിനനുസരിച്ചിട്ട് മാറ്റിയെടുത്തതിന് ശേഷം നല്ല പ്രോസ്പെറസ് ആയിട്ടുള്ളൊരു രീതിയിൽ ജീവിക്കുക. കാരണം നമുക്ക് വേണ്ടുന്ന എല്ലാം ഈ എൻവയോൺമെൻറ്റിൽ തന്നെയുണ്ട്. അപ്പോൾ നല്ലൊരു രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് തന്നെ മുന്നോട്ട് വെക്കുക. ഇനി ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. വീണ്ടും ആ സ്റ്റോറിയുടെ ഒരു എൻഡിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ രവി ആകെ മൊത്തം വിഷമിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ രവിനെ ഇവിടെ അവൻ്റെ ഒരു ക്ലാസ്മേറ്റ് മിസോറാമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഇതേപോലെ പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്, നല്ല മഴയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ മിസോറാമിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് കാരണം അവിടെ നല്ല ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നല്ല മഴയൊക്കെ കിട്ടുന്ന നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ നിനക്ക് അവിടെ വന്ന് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ട്യൂഷൻ ക്ലാസ് ഇതുവരെ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ താഴെ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ പോലെ തന്നെ നമുക്ക് ക്ലാസ്സസൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഡിവിജ്വൽ ക്ലാസ്സും ഗ്രൂപ്പ് ക്ലാസ്സും ഒക്കെ അവൈലബിൾ ആണ്. CBSEയിലെ എല്ലാ ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അതായത് 1ാം ക്ലാസ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട്